Dear friends, welcome back to our physics class. Okay, today we are going to learn about a new chapter from physics. It's very simple chapter. It's very interesting one. The name of the chapter is Light Reflection and Refraction. In this chapter, basically we learn about light. ഈ ചാപ്റ്ററിൽ നമ്മൾ ബേസിക്കായിട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിക്കുന്നത് ലൈറ്റിനെ കുറിച്ചാണ്. ആൻഡ് ഇറ്റ്സ് ടു ഫിനോമിനൻ. ഫിനോമിനൻ മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ എ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ, ലൈറ്റിൻ്റെ റിഫ്രാക്ഷൻ, ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്താണെന്ന് ഓൾറെഡി നിങ്ങൾ ലേൺ ചെയ്ത കാര്യമാണ്, നിങ്ങൾ പഠിച്ച കാര്യമാണ്. വാട്ട് ഈസ് എ റിഫ്ലക്ഷൻ? നിങ്ങൾക്ക് പുതിയൊരു ടേം ആയിരിക്കും റിഫ്രാക്ഷൻ. ഏതായാലും റിഫ്രാക്ഷൻ എന്താണെന്ന് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, അത് നമുക്ക് ആ സമയം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റിഫ്ലക്ഷൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, വാട്ട് ഈസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? റിഫ്ലക്ഷൻ മീൻസ് ദാറ്റ് എനി ഒബ്ജക്റ്റ് സ്ട്രൈക്കിംഗ് ഓൺ എ സബ്സ്റ്റൻസ് ആൻഡ് ഇറ്റ് റിട്ടേൺ ബാക്ക്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഒരു വസ്തുവിൽ തട്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിളിൽ തട്ടിയിട്ട് തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയാം. റിഫ്ലക്ഷൻ എന്ന് പറയാം. ഇപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു മിററിൽ തട്ടി ലൈറ്റ് തിരിച്ചു വരുന്നതിനെയാണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാകും ഈ റിഫ്ലക്ഷനിൽ ഇപ്പോൾ എന്താണ് ഇത്ര കൂടുതൽ കാര്യം നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത്. ഓക്കെ, ഉണ്ട്. റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ സംഗതികൾ നമുക്കതിനകത്ത് പഠിക്കാനുണ്ട്. കാരണം നമ്മൾ സ്കൈ വാച്ചിങ്ങിനും അതുപോലെ തന്നെ മറ്റുള്ള പല ആവശ്യങ്ങൾക്കും, അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ പല ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനകത്തൊക്കെ ഈ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും അതുപോലെ തന്നെ റിഫ്രാക്ഷനും മറ്റുള്ള സംഭവങ്ങളൊക്കെയാണ് യൂസ്ഫുള്ളാവുന്നത്. അപ്പോൾ നമ്മളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല സ്റ്റഡീസിനും ഈ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഫിനോമിനാസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് സംഭവങ്ങളാണ് നമ്മൾ 10th ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്നുള്ള ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഏതായാലും കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, നേരിട്ട് ഞാൻ ചാപ്റ്ററിലോട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? ഓക്കെ, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. Reflection of light means that you can see this line. It represents a mirror. It's a plane mirror. This mirror is called plane mirror because its surface is plane, not curved. Okay, if the surface of a mirror is curved to inward or outward, ഇപ്പോൾ ഏതെങ്കിലും ഒരു മിററിൻ്റെ സർഫസ് ഉള്ളിലോട്ടോ പുറത്തോട്ടോ കർവ് ചെയ്തിരിക്കുകയാണെങ്കിൽ that is called spherical mirror. That section we will discuss later, but you want to listen that it is a spherical mirror. It is a plane mirror. Which type of mirror is that? It is a plane mirror. Okay, a mirror has two sides. First one, this portion, that means this one. This portion is smooth surface, and this marked portion, you can see that this marked portion is represent a rough surface. This is a rough surface and this one is smooth surface. Okay, this line represent light. This light is incident on the mirror. When it hit on the mirror, what happened? It will become return back. ഇങ്ങനെ വരുന്ന ഈ ലൈറ്റ് നമ്മുടെ മിററിൽ തട്ടിക്കഴിഞ്ഞാൽ ആ ലൈറ്റ് എന്താ ചെയ്യുന്നുണ്ടാവുക? It will become return back. A light ray, this is called light ray. A light ray incident on a smooth surface and it will return back. That phenomenon is called reflection of light. Simple ആണ്. What is reflection of light എന്നുള്ളത് എക്സാമിന് ചോദിക്കൊന്നുമില്ല, but you remember what is actually a reflection. റിഫ്ലക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്നാൽ മാത്രമേ റിഫ്രാക്ഷനും അതുപോലെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. റിഫ്രാക്ഷൻ നിങ്ങളിതുവരെയും കേൾക്കാത്തൊരു ടേമാണ്, ആ സമയം വരുമ്പോൾ നമുക്ക് ചെയ്യാം. ബട്ട് റിഫ്ലക്ഷൻ തറോ ആയെങ്കിൽ മാത്രമേ റിഫ്രാക്ഷൻ ഓക്കെ ആവുള്ളൂ. റിഫ്ലക്ഷൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ റിഫ്രാക്ഷൻ നമുക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് റിഫ്ലക്ഷൻ ശ്രദ്ധിക്കുക. ഓക്കെ, ദിസ് ലൈറ്റ് റേ ഈസ് കോൾഡ് ഇൻസിഡൻറ്റ് റേ. വാട്ട് ഈസ് ഇറ്റ്? ഇൻസിഡൻറ്റ് റേ. ആൻഡ് ദിസ് റേ ഈസ് കോൾഡ് റിഫ്ലക്റ്റഡ് റേ. And you can see that this one,
ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ മിറർ. ഇതല്ലേ നമ്മുടെ മിറർ എന്ന് പറയുന്നത്. ആ മിററിന് പെർപെൻഡിക്കുലർ, ദാറ്റ് മീൻസ് 90 ഡിഗ്രിയിലാണ് ഈ ലൈന് ഞാൻ ഡ്രോ ചെയ്തിട്ടുള്ളത്. ദിസ് ലൈൻ ഈസ് കോൾഡ് നോർമൽ ടു ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്. വാട്ട് ഈസ് ദാറ്റ്? നോർമൽ ടു ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ്. ഇൻസിഡൻ്റ് റേ, റിഫ്ലെക്റ്റഡ് റേ and normal to the point of incidence. These are the main components during we represent reflection of light. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരിക്കേണ്ട മെയിൻ കോമ്പണൻസ് ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇൻസിഡൻ്റ് റേ, റിഫ്ലെക്റ്റഡ് റേ ആൻഡ് നോർമൽ. ഓക്കെ, ഇൻസിഡൻ്റ് റേ, റിഫ്ലെക്റ്റഡ് റേ ആൻഡ് നോർമൽ. These three components are very important. Which are the three components? Incident, normal and reflected. These two things are rays. റേ ആണെങ്കിൽ, ലൈറ്റ് റേ ആണെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. യു ക്യാൻ സീ ഹിയർ ദർ ഈസ് എൻ ആരോ മാർക്ക് ആൻഡ് ഹിയർ. ദീസ് ടു തിങ്സ് ആർ ലൈറ്റ് റേ. ദിസ് ഈസ് നോർമൽ. ദിസ് ഈസ് സിംപ്ലി എ ലൈൻ. ഇറ്റ് ഈസ് നോട്ട് ലൈറ്റ് റേ. ഇറ്റ് ഈസ് സിംപ്ലി എ ലൈൻ. ഓക്കെ, ദെൻ യു വാണ്ട് ടു ലിസൺ. You can see that here an angle. Where is that? Between the normal and the incident ray. നോർമലിൻ്റെയും ഇൻസിഡൻ്റ് റേൻ്റെയും ഇടയ്ക്കായിട്ടൊരു ആംഗിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദർ ഈസ് എൻ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻ്റ് റേ ആൻഡ് നോർമൽ. ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. വാട്ട് ഈസ് ഇറ്റ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇറ്റ് റെപ്രസെൻറ്റഡ് ബൈ ഐ. ദിസ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇറ്റ് റെപ്രസെൻറ്റഡ് ബൈ angle I, angle of incidence. And you can see that another angle, that angle between reflected ray and normal. Reflected rayയും നോർമലും തമ്മിൽ ഒരു ആംഗിൾ ഇവിടെ കാണാൻ പറ്റും. You can see this angle. This angle is represented by angle R because it is called angle of reflection. There are two angles there. Incident angle or angle of incidence and second one angle of reflection. These are the two angles you want to just remember here. Okay, now we are going to learn very important topic that you can see here, laws of reflection. Based on the reflection we have two laws, very important one. This two laws can be expected for your examination. ഈ ലോ നിങ്ങളുടെ എക്സാമിനേഷന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സംഭവമാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു സംശയം അതിനകത്തില്ല. പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഉണ്ട്, ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഉണ്ട്. തെറ്റിപ്പോവരുത്. അതിൽ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ രണ്ടും തമ്മിലുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വാട്ട് ഈസ് റിഫ്രാക്ഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാവും. വി വിൽ ഡിസ്കസ് ലേറ്റർ, നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, എനിവേ വി ആർ ഗോയിങ് ടു ലേൺ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഫസ്റ്റ് ലോ ദാറ്റ് സേ incident ray, reflected ray and normal are lie in same plane. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വരക്കുന്ന ഇൻസിഡൻ്റ് റേയും റിഫ്ലെക്റ്റഡ് റേയും നോർമലും ഈ മൂന്ന് സംഗതികൾ എവിടെ ഉണ്ടാവുക? ഒരു പ്ലെയിനിലായിരിക്കും. വാട്ട് ഈസ് ദ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ? സിമ്പിൾ വൺ. ഇൻസിഡൻ്റ് റേ, റിഫ്ലെക്റ്റഡ് റേ ആൻഡ് നോർമൽ ആർ ലൈ ഇൻ സെയിം പ്ലെയിൻ. ഇൻസിഡൻ്റ് റേയും റിഫ്ലെക്റ്റഡ് റേയും നോർമലും ഈ മൂന്ന് സംഗതികളും എപ്പോഴും ഒരേ പ്ലെയിനിലായിരിക്കും. ധാരാളം ഡൗട്ട്സ് ഉണ്ടാവും ഇവിടെ, ഇതെന്താ സംഭവം എന്താണെന്നുള്ളതൊക്കെ. അത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ ഞാൻ ഒന്നും കൂടെ, അതായത് ഈ ഒരു ഫസ്റ്റ് ലോ ഒന്നും കൂടെ ഞാനത് ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇത്രയും മതി. ജസ്റ്റ് ഈ സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ കഴിയുന്നില്ല, ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം ബാക്കിയുള്ളതൊന്നും എൻ്റെ ആവശ്യമില്ല. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് കണ്ടുകൊണ്ട് പറയേണ്ട ഒരു സംഭവമാണ്. അപ്പോഴേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. എനിവേ യു വാണ്ട് ടു സേ ഇൻസിഡൻ്റ് റേ, റിഫ്ലെക്റ്റഡ് റേ ആൻഡ് നോർമൽ ആർ ലൈ ഇൻ സെയിം പ്ലെയിൻ. ദിസ് ഈസ് ദ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലെക്ഷൻ. ഓക്കെ, now we are going to learn the second law. It is very simple one. I told you there are two angles are there. ഇവിടെ രണ്ട് ആംഗിൾസ് ഉണ്ടല്ലേ. The first angle is called angle of incidence. Second angle is called angle of reflection. Angle of incidence and angle of reflection. ഈ ആംഗിൾ ആണ് angle of incidence, ഈ ആംഗിൾ ആണ് angle of reflection. Second law പറയുന്ന കാര്യം എന്താണെന്നറിയോ? What is the angle of incidence? Angle of incidence എത്രയാണ്? For example, angle of incidence here it is 30 degree.
ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ വാല്യൂ 30 ഡിഗ്രി ആണെന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യാം. ദെൻ വാട്ട് ഹാപ്പൻ? ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഓൾസോ ബിക്കം 30 ഡിഗ്രി. എത്രയാണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വരുന്നത് അതുതന്നെ ആയിരിക്കും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും വരുന്നുണ്ടാവുക. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഓൾവേസ് സെയിം. എപ്പോഴും അത് സെയിം ആയിരിക്കും. അപ്പോൾ ഇഫ് യു ഗെറ്റ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡ്യൂറിങ് എ റിഫ്ലക്ഷൻ യു ക്യാൻ സിംപ്ലി സേ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. If you get the angle of incidence during a reflection, you can simply say what is angle of reflection. Angle of incidence കിട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും പറയാം. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ വാല്യൂവും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ്റെ വാല്യൂവും ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നിങ്ങളൊന്ന് ഇൻക്രീസ് ചെയ്തെന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ ഇറ്റ് ബിക്കം 40. വാട്ട് ഹാപ്പൻ? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഓൾസോ ബിക്കം 40. If the angle of incidence becomes 60, what happen? The angle of reflection becomes 60. If angle of incidence increases, at same way the angle of reflection also increases. At every time the angle of incidence and the angle of reflection are same. This is the second law. Okay, according to the second law we can represent that angle of incidence always equal to angle of reflection, angle I equal to angle R. This is the second law. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലൈറ്റിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ പറഞ്ഞത്. ലോസ് ഓഫ് റിഫ്ലക്ഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ആർ ലൈ ഇൻ സെയിം പ്ലെയിൻ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓൾവേസ് ഈക്വൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇതൊരു മാത്തമെറ്റിക്കൽ സംഭവമാണ് ഞാൻ ഇവിടെ എഴുതിയത്. ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ. യു വാണ്ട് ടു എക്സ്പാൻഡ് ഇറ്റ്. അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്ഫെറിക്കൽ മിറേഴ്സ്. What are spherical mirrors? The reflecting surface of a mirror curved to inward or outward. There is a small curvature in reflecting surface. When you look onto the plane mirror, it has no curvature. It has a plane shape. ഇതിനൊരു പ്ലെയിൻ ഷേപ്പ് ആണുള്ളത്. ഒരു കർവും കാര്യങ്ങളൊന്നും അതിനകത്തില്ല. But you can see here ഇറ്റ് ഈസ് സം കേർവ്ഡ് സർഫസ്. നോക്കി, ഇതിനിങ്ങനെ ഒരു കേർവ്ഡ് സർഫസ്, ഒരു വളഞ്ഞിരിക്കുന്ന സർഫസാണ് ഇതിനുള്ളത്. സച്ച് മിറേഴ്സ് ആർ കോൾഡ് കോൺകേവ് മിറർ. ഇറ്റ് ഈസ് എ സ്ഫെറിക്കൽ മിറർ. ഇറ്റ് ഈസ് കോൾഡ് കോൺകേവ് മിറർ ബിക്കോസ് ഇറ്റ് റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കേർവ്ഡ് ടു ഇൻവേർഡ്. അതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് അകത്തോട്ട് കുഴിഞ്ഞിരിക്കുക ചെയ്യുന്നത്. ദെർഫോർ ഇറ്റ് ഈസ് കോൾഡ് കോൺകേവ് മിറർ. വെൻ യു ലുക്ക് ഹിയർ ഇറ്റ് ഈസ് എ കോൺവെക്സ് മിറർ. വൈ ഇറ്റ് ഈസ് കോൾഡ് കോൺവെക്സ് മിറർ? ബിക്കോസ് this is the rough surface. This one is rough surface. This is the reflecting surface. That means the smooth surface of the mirror. It curved to outward. പുറത്തേക്ക് ഉന്തി നിൽക്കുക ചെയ്യുന്നത്. Such mirrors are called convex mirror. Therefore, the spherical mirror we can categorize under two. First one concave mirror and second one convex mirror. ഇനി കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും കൂടുതലായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സംഭവങ്ങൾ സെൻറ്റർ ഓഫ് കർവേച്ചർ. സെൻറ്റർ ഓഫ് കർവേച്ചർ. In our next class we will discuss the first one, center of curvature. Second one, radius of curvature. Radius of curvature. And next one, principal axis. Principal axis. Next one, focus. These are the main terms we will discuss in our next class. Okay, these terms only have for the spherical mirror. Center of curvature, radius of curvature, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ പ്ലെയിൻ മിററിനില്ല. അതൊക്കെ ആർക്കും മാത്രമുള്ളതാണ്, ഈ സ്ഫെറിക്കൽ മിററിനുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ഫെറിക്കൽ മിറർ ഉണ്ടാവുക, എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.